തദ്ദേശകം. നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഷിജിന. പ്രാദേശികം. ആദ്യം പ്രധാന വാർത്തകൾ. ഓണവിപണി ലക്ഷ്യമിട്ടൊരുക്കുന്ന ഓണക്കനി കാർഷിക പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. ആഗോളതലത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണം തടയൽ ലക്ഷ്യമിട്ട് കിലയിലും സബ് സെന്ററുകളിലും വിപുലമായ പരിസ്ഥിതി ദിനം ആഘോഷം. സംസ്ഥാനത്ത് അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി കണ്ണൂർ. പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് മിഷൻ ഭവന സമുച്ചയത്തിന് ശില സ്ഥാപിച്ചു. കുടുംബശ്രീക്ക് വേണ്ടിയുള്ള സ്മാർട്ട് ശ്രീ ഇൻക്യുബേറ്റർ പദ്ധതിയുടെ തെരഞ്ഞെടുപ്പ് ഘട്ടം പൂർത്തിയായി. വിമൻ ഫോർ ട്രീ ഹരിത നഗരം ക്യാമ്പയിൻ വൃക്ഷത്തൈകൾ നട്ട് സ്വാഗതം ചെയ്ത് നഗരസഭകൾ. ഓണത്തിന് സുരക്ഷിതവും വിഷരഹിതവുമായ പച്ചക്കറികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീയുടെ ഓണക്കനി കാർഷിക പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. കോട്ടുകാൽ പഞ്ചായത്തിലെ മരുതൂർക്കോണം വാർഡിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സദ്യ ഒരുക്കാനാവശ്യമായ എല്ലാ പച്ചക്കറികളും, അച്ചാർ, ചിപ്സ്, പായസം മിക്സ്, കറി പൗഡർ എന്നിവ ഉൾപ്പെടെ ഓണക്കിറ്റ് തയ്യാറാക്കുക എന്നതാണ് കുടുംബശ്രീയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ഇക്കുറി 25,680 ഏക്കർ ഭൂമിയിലാണ് കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം 6,800 ഏക്കറിലായിരുന്നു കൃഷി. 4 ഇരട്ടി വർധനവാണ് കൃഷിയുടെ വിസ്തൃതിയിൽ ഉണ്ടായത്. കഴിഞ്ഞ വർഷം പച്ചക്കറികളും പൂക്കളും വിറ്റഴിച്ചതിലൂടെ 7.8 കോടി രൂപയുടെ വിറ്റുവരവ് നേടാൻ കഴിഞ്ഞിരുന്നു. ഇക്കുറിയും കർഷകർക്ക് കൃഷി ചെയ്യുന്നതിനാവശ്യമായ അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം പച്ചക്കറി തൈകൾ കുടുംബശ്രീ ജൈവിക പ്ലാൻ നഴ്സറികൾ മുഖേന തയ്യാറാക്കി നൽകും. ഹൈബ്രിഡ് വിത്തിനങ്ങളാണ് കൃഷി ചെയ്യുന്നതിനായി ഉപയോഗിക്കുക. ഇത് ലഭ്യമാക്കുന്നതിനായി ഓരോ CDSനും പരമാവധി 25,000 രൂപ വരെ റിവോൾവിംഗ് ഫണ്ടായി അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ എല്ലാ ജില്ലകളിലും കർഷകർക്ക് നഴ്സറി തയ്യാറാക്കൽ, തൈ ഉൽപാദനം, വിളപരിപാലനം, കീടനിയന്ത്രണം, വിളവെടുപ്പ് എന്നിവയിൽ സാങ്കേതിക പരിശീലനവും നൽകും. അടുത്ത മാർച്ചിനുള്ളിൽ 3 ഘട്ടങ്ങളിലായി 1000 കാർഷിക സംരംഭങ്ങൾ ആരംഭിക്കും. കുടുംബശ്രീ വനിതകൾക്ക് വരുമാന വർധനവിനുള്ള എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തും. ഇതിനായി വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി 1,00,000 കുടുംബശ്രീ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കോട്ടുകാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ചന്ദ്രലേഖ സ്വാഗതം പറഞ്ഞു. കുടുംബശ്രീ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എസ് ഷാനവാസ് പദ്ധതി വിശദീകരിച്ചു. അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൽ റാണി, കോട്ടുകാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത എസ് എന്നിവർ സംസാരിച്ചു. ആഗോളതലത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണം തടയൽ ലക്ഷ്യമിട്ട് കിലയിലും വിവിധ ജില്ലാ സബ് സെന്ററുകളിലും വിപുലമായ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. കില ആസ്ഥാനത്ത് നടന്ന പരിസ്ഥിതി ദിനാഘോഷത്തിൽ കില ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസർ ദിവ്യ ഡൊമിനിക് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അസിസ്റ്റന്റ് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ ഉണ്ണികൃഷ്ണൻ KP, കില ജീവനക്കാർ, കില കോളേജ് അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പ്രതിജ്ഞയിൽ പങ്കെടുത്തു. കിലയിലെ പച്ചത്തുരുത്ത് ഗാർഡനിൽ നടത്തിയ വൃക്ഷത്തൈ നടീലിന്റെ ഉദ്ഘാടനം ഫിനാൻസ് ഓഫീസർ ദിവ്യ ഡൊമിനിക്കും അസിസ്റ്റന്റ് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ ഉണ്ണികൃഷ്ണൻ KPയും സംയുക്തമായി നിർവഹിച്ചു. തുടർന്ന് എല്ലാവരും ചേർന്ന് സംയുക്ത പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജന യജ്ഞം നടത്തി. ആഗോളതലത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണം തടയുക എന്ന ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം എല്ലാവരിലും എത്തിക്കുന്നതിനും മാലിന്യമുക്ത കാർബൺ ന്യൂട്രൽ കേരളം എന്ന ലക്ഷ്യത്തിനായി പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുമായാണ് പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചത്. കില CHRDയിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാഘോഷത്തിൽ ശുചിത്വ മിഷൻ ഡയറക്ടർ TM മുഹമ്മദ് ഷാ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലി നൽകി. CHRD ഡയറക്ടർ സുദേശൻ V അധ്യക്ഷനായി. ഫാക്കൽറ്റി അംഗങ്ങളായ ഡോക്ടർ വിനോദ്, ബിനുരാജ് KS, ഡോക്ടർ അമൃതരാജ്, ഡോക്ടർ ജിബിനി V കുര്യൻ, അസിസ്റ്റന്റ് ഡയറക്ടർ അനിൽകുമാർ N തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ക്യാമ്പസിൽ പുഷ്പഫല സസ്യങ്ങളുടെ തൈകളും നട്ടു. കില അഗളി കേന്ദ്രത്തിൽ ട്രൈബൽ കുടുംബശ്രീ, ജനമൈത്രി എക്സൈസ്, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നിവരും സംയുക്തമായാണ് പരിസ്ഥിതി ദിനം ആഘോഷിച്ചത്. കുടുംബശ്രീ അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ മനോജ് പരിസ്ഥിതി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KP അനീഷ് പരിസ്ഥിതി സന്ദേശം നൽകി. സിവിൽ എക്സൈസ് ഓഫീസർ സുബിൻ രാജ് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. റെസിഡൻഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തൈകളും നട്ടു. മണ്ണുത്തിയിലെ കില സെന്റർ ഫോർ ഗുഡ് ഗവേണൻസിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാഘോഷത്തിൽ വൃക്ഷത്തൈ നടീലിന്റെ ഉദ്ഘാടനവും പ്രതിജ്ഞ ചൊല്ലലും പ്രിൻസിപ്പൽ അയന PN നിർവഹിച്ചു. ജീവനക്കാരും പരിശീലനാർത്ഥികളും സംബന്ധിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് പാർട്ട് ടൈം സ്വീപ്പർമാരെയും ഫാം തൊഴിലാളികളെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. കില തളിപ്പറമ്പ് ക്യാമ്പസിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷം
തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ രാജീവ് PN അധ്യക്ഷനായി. തളിപ്പറമ്പ് IPPL കില കോളേജിൽ പരിസ്ഥിതി ദിന പ്രതിജ്ഞ പുതുക്കി. പരിസ്ഥിതി സംരക്ഷണത്തിന് കൂട്ടായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു. അധ്യാപകരും വിദ്യാർത്ഥികളും ജീവനക്കാരും ചേർന്ന് തൈകൾ നട്ടു. അധ്യയന വിഭാഗം മേധാവികളായ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ സജിന മഠത്തിൽ, തേജശ്രീ പ്രഭാകർ, ഫാത്തിമത്തുൽ ഫസ്ന TA, ഷമീന M, ഓഫീസ് ജീവനക്കാരായ മധുസൂദനൻ, ജീതു ജനൻ, ജസ്നായൻ, വിവേക് A, പ്രജിത K, വിദ്യാർത്ഥികളായ ദിവ്യ PR, ലില്ലി, ബിലാൽ, അനിൽ പടവിൽ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി കണ്ണൂർ. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായാണ് കണ്ണൂർ ലക്ഷ്യം കൈവരിച്ചത്. ജില്ലയിൽ 3973 കുടുംബങ്ങളെയാണ് അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചത്. അതിദരിദ്ര കുടുംബങ്ങൾക്ക് വീട്, ഭക്ഷണം, ആരോഗ്യം, വരുമാനം തുടങ്ങിയവ ഉറപ്പുവരുത്തി മൈക്രോ പ്ലാൻ തയ്യാറാക്കിയാണ് ആവശ്യങ്ങൾ നിറവേറ്റിയത്. 1078 പേർക്ക് ഭക്ഷണവും 2296 പേർക്ക് സാന്ത്വന പരിചരണവും ചികിത്സയും ലഭ്യമാക്കി. ഉപജീവനമാർഗം ആവശ്യമുള്ള 235 പേർക്ക് തൊഴിൽ നൽകി. 967 കുടുംബങ്ങൾക്ക് വീട്, 9 ടോയ്ലറ്റുകൾ, 17 കുടുംബങ്ങൾക്ക് കുടിവെള്ളം, 8 വീടുകളിൽ വൈദ്യുതീകരണം എന്നിവയും ഉറപ്പുവരുത്തി. മെയ് 22-നാണ് കണ്ണൂർ അതിദാരിദ്ര്യമുക്ത ജില്ലയെന്ന ലക്ഷ്യം സാക്ഷാത്കരിച്ചത്. സംസ്ഥാനത്ത് ആദ്യമായി അതിദാരിദ്ര്യമുക്ത മണ്ഡലമെന്ന നേട്ടം കൈവരിച്ചത് ധർമ്മടം നിയോജക മണ്ഡലമായിരുന്നു. കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള കുറ്റിയാട്ടൂർ ഗ്രാമപഞ്ചായത്ത്, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയാണ് സംസ്ഥാനത്ത് ആദ്യമായി അതിദരിദ്രരില്ലാത്ത തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന ലക്ഷ്യം നേടിയത്. ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിൽ 112 ഭവന സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. പന്നിയോട് സുകുമാരൻ വൈദ്യർ സൗജന്യമായി നൽകിയ 2.75 ഏക്കർ ഭൂമിയിൽ 24.99 കോടി രൂപ ചെലവിലാണ് ഈ ഭവന സമുച്ചയം പണിയുക. ഫ്ളാറ്റുകൾ ഉൾപ്പെടുന്ന ഈ സമുച്ചയത്തിൽ അംഗൻവാടി, മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങിയ അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കും. ലൈഫ് മിഷനിലൂടെ ഭവന നിർമ്മാണത്തിന് ഇതുവരെ കേരളം ചെലവഴിച്ച തുക 18,080 കോടി രൂപയാണ്. അതിൽ 2,080 കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം. ബാക്കി 16,000 കോടി കേരളത്തിന്റെ വിഹിതമാണ്. 4 ലക്ഷം രൂപയാണ് ഒരു വീട് നിർമ്മിക്കുന്നതിന് ലഭ്യമാക്കുന്നത്. ഇന്ത്യയിൽ ഭവന നിർമ്മാണത്തിന് ഏറ്റവും ഉയർന്ന തുക ലഭ്യമാക്കുന്നത് കേരളത്തിലാണെന്നും ഉദ്ഘാടന വേളയിൽ സംസാരിക്കവേ MB രാജേഷ് പറഞ്ഞു. അരുവിക്കര MLA അഡ്വക്കേറ്റ് G സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സനൽകുമാർ സ്വാഗതം പറഞ്ഞു. ലൈഫ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സൂരജ് ഷാജി പദ്ധതി അവതരണം നടത്തി. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ, വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദുലേഖ S, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വളർച്ചാ സാധ്യതയുള്ള കുടുംബശ്രീ സംരംഭങ്ങളെ അടുത്ത ഘട്ടത്തിലേക്ക് വളർത്തുന്നതിനും അവയെ വിപുലപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള സ്മാർട്ട് ശ്രീ ഇൻക്യുബേറ്റർ പദ്ധതിയുടെ തെരഞ്ഞെടുപ്പ് ഘട്ടം പൂർത്തിയായി. സംസ്ഥാനത്തുടനീളമുള്ള 150 സംരംഭങ്ങളെയാണ് പദ്ധതിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. വിവിധ കാരണങ്ങളാൽ വിപണിയിൽ വിജയിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഉൽപ്പാദന, സേവന മേഖലകളിലുള്ള സംരംഭങ്ങൾക്കാണ് ഇൻക്യുബേറ്റർ പിന്തുണ നൽകുന്നത്. പദ്ധതിയുടെ ഭാഗമായി സംരംഭങ്ങൾക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും നൽകുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് ലബോറട്ടറി ഫോർ ഇന്നൊവേഷൻ വെഞ്ചറിംഗ് ആൻഡ് എന്റർപ്രണർഷിപ്പുമായി കുടുംബശ്രീ കരാറിലെത്തിയിരുന്നു. ഇത് അനുസരിച്ച് കുടുംബശ്രീയും IIMK ലൈവും സംയുക്തമായി നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് 150 സംരംഭങ്ങളെ സ്മാർട്ട് ശ്രീ പദ്ധതിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ കാലാവധി 3 വർഷമാണ്. അടുത്ത 1.5 വർഷത്തിനുള്ളിൽ ഈ സംരംഭങ്ങളെ അടുത്ത തലത്തിലേക്ക് ഉയർത്താനാണ് കുടുംബശ്രീ ലക്ഷ്യമിട്ടിരിക്കുന്നത്. സംരംഭങ്ങൾക്ക് മികച്ച പരിതസ്ഥിതി കെട്ടിപ്പടുക്കുക, വലിയ വിപണികളുമായി ഇടപഴകുന്നതിനും സാമ്പത്തിക സുസ്ഥിരത നേടുന്നതിനും പ്രാദേശിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വ്യാപന സാധ്യതകൾക്ക് മാതൃകകൾ സൃഷ്ടിക്കുന്നതിനുമുള്ള പിന്തുണയാണ് പദ്ധതി മുഖേന നൽകുക. കേരളത്തിലെ നഗരപ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്ന വിമൻ ഫോർ ട്രീ ഹരിത നഗരം ക്യാമ്പയിന്റെ ഭാഗമായി 30-ലേറെ നഗരസഭകളിൽ വൃക്ഷത്തൈകൾ നട്ടു. തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രനാണ് വൃക്ഷത്തൈ നട്ടത്. ഓഗസ്റ്റ് വരെ നീളുന്ന ക്യാമ്പയിനിൽ ബാക്കി നഗരസഭാ പ്രദേശങ്ങളിലും സാധ്യമായ ഇടങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് പദ്ധതി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് വിമൻ ഫോർ ട്രീ പദ്ധതി നടത്തുന്നത്. സ്ത്രീകളിലൂടെ നഗരഹരിതവൽക്കരണവും ശുചിത്വവുമാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. നഗരമേഖലയിലെ ജലാശയങ്ങൾ, പാർക്കുകൾ എന്നിവയുടെ സമീപവും വഴിയോരങ്ങളിലുമാണ് പ്രധാനമായും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നത്.
ക്യാമ്പയിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി നേരത്തെ 93 നഗരസഭാ പ്രദേശങ്ങളിലും മരങ്ങൾ നടാനുള്ള സാധ്യതകൾ കണ്ടെത്തിയിരുന്നു. സുസ്ഥിര നഗരവികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം നഗരങ്ങളിലെയും പട്ടണങ്ങളിലെയും സ്ത്രീകൾക്ക് മികച്ച ഉപജീവന മാർഗങ്ങൾ സൃഷ്ടിക്കുന്നതിനും ക്യാമ്പയിൻ സഹായകമാകുമെന്നാണ് പ്രതീക്ഷ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം ആസൂത്രണം ചെയ്ത് രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് വിമൻ ഫോർ ട്രീ ഹരിത നഗരം ക്യാമ്പയിൻ. അമൃത് മിഷനുമായി സഹകരിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ. സംസ്ഥാന നഗര ഉപജീവന മിഷനുകൾ, നഗര തദ്ദേശ സ്ഥാപനങ്ങൾ, വനം വകുപ്പ് എന്നിവയുമായി സംയോജിച്ചുകൊണ്ടാണ് ക്യാമ്പയിൻ നടത്തുക. ഏറത്ത് ഗ്രാമപഞ്ചായത്ത് തുവയൂർ നോർത്ത് സർക്കാർ LPSലെ സ്റ്റാർസ് വർണ്ണക്കൂടാരവും സ്കൂൾ മിനി ഓഡിറ്റോറിയവും നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കുന്നതിനും പഠനം രസകരമാക്കുന്നതിനുമാണ് SSK സ്റ്റാർസ് പദ്ധതി പ്രകാരം 10 ലക്ഷം രൂപ അനുവദിച്ച് വർണ്ണക്കൂടാരം നിർമ്മിച്ചത്. പറക്കോട് ബ്ലോക്ക് പഞ്ചായത്താണ് സ്കൂൾ മിനി ഓഡിറ്റോറിയത്തിനായി 5.5 ലക്ഷം രൂപ അനുവദിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് അമ്പാടി അധ്യക്ഷനായി. അംഗങ്ങളായ മറിയാമ്മ തരകൻ, അനിൽ പൂതക്കുഴി, ഉഷ ഉദയൻ, LC ബെന്നി, സൂസൻ, D ജയകുമാർ, SSK DPO ഡോക്ടർ സുജമോൾ എന്നിവർ പങ്കെടുത്തു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തുകളിൽ ബ്ലോക്ക് തല ആരോഗ്യ സെമിനാർ നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് എപ്പിഡമോളജിസ്റ്റ് ഡോക്ടർ S ജിതി സെമിനാർ നയിച്ചു. ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷരായ സിറിൽ തോമസ്, ജാൻസി സാബു, രേഖാദാസ്, സുമി ഇസ്മായിൽ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. സോഷ്യൽ ഫോറസ്ട്രിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കോട്ടയത്തെ പരിസ്ഥിതി ദിനാഘോഷം ജില്ലാതല ഉദ്ഘാടനം സഹകരണം, തുറമുഖം, ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. കോട്ടയം മാർ ബസേലിയസ് പബ്ലിക് സ്കൂളിൽ നടന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ അധ്യക്ഷത വഹിച്ചു. മാർ ബസേലിയസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ നിനി എബ്രഹാം, ഫാദർ സജി യോഹന്നാൻ, കോട്ടയം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ N രാജേഷ്, വിജയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻകുട്ടി, സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ KB സുഭാഷ് എന്നിവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജൈവമാലിന്യ സംസ്കരണത്തിനായി ചാന്നാനിക്കാട് ഗവൺമെന്റ് LP സ്കൂളിന് G ബിന്നുകൾ വിതരണം ചെയ്ത് പള്ളം ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്കിന് കീഴിൽ വരുന്ന 12 സർക്കാർ സ്കൂളുകൾക്കും G ബിൻ വിതരണം ചെയ്തു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3,80,000 രൂപ വിനിയോഗിച്ചാണ് G ബിൻ വിതരണം നടപ്പാക്കിയത്. മാലിന്യങ്ങളെല്ലാം ജൈവവളമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കിയത്. ഇതോടൊപ്പം 50,000 രൂപയോളം വില വരുന്ന വാട്ടർ പ്യൂരിഫയറും 18 സ്കൂളുകൾക്ക് കൈമാറി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8,40,000 രൂപ വിനിയോഗിച്ചാണ് പ്യൂരിഫയർ വിതരണം ചെയ്തത്. വിതരണത്തിന്റെ ഉദ്ഘാടനം പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ടോമിച്ചൻ ജോസഫ് നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം CM സലി അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി അനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീലമ്മ ജോസഫ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് സില്ല എന്നിവർ സംസാരിച്ചു. കോട്ടയം കുറിച്ചി ഗ്രാമപഞ്ചായത്തിൽ പുതിയ അംഗൻവാടി കെട്ടിടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത സുശീലൻ ഉദ്ഘാടനം ചെയ്തു. പഴയ കെട്ടിടം കാലപ്പഴക്കത്തെ തുടർന്ന് ഇടിഞ്ഞു വീണതിനാൽ 4 വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്ന അംഗൻവാടിക്കാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 2024-25 സാമ്പത്തിക വർഷത്തിൽ തനത് ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ മുടക്കി പുതിയ കെട്ടിടം പണിതത്. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇലക്ട്രിക്കൽ പ്രവൃത്തികൾക്കായി 2 ലക്ഷം രൂപ കൂടി വകയിരുത്തിയിട്ടുണ്ട്. പുതിയ കെട്ടിടത്തിൽ ആധുനിക രീതിയിലുള്ള ടീച്ചിംഗ് മുറി, അടുക്കള, സ്റ്റോർ റൂം, വാഷിംഗ് ഏരിയ, ബേബി ഫ്രണ്ട്ലി ടോയ്ലറ്റ് സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള ഭാഗവും പൂർത്തിയാവുന്നുണ്ട്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR ഷാജി അധ്യക്ഷനായി. പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ടോമിച്ചൻ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ഹരിത കേരളം മിഷൻ നടപ്പാക്കുന്ന ഒരു തൈ നടാം പദ്ധതിയിലൂടെ മലപ്പുറം ജില്ലയിൽ 10 ലക്ഷം മരങ്ങൾ നടുന്ന പദ്ധതിക്ക് ലോക പരിസ്ഥിതി ദിനത്തിൽ തുടക്കമായി. സിവിൽ സ്റ്റേഷൻ വളപ്പിൽ ഡെപ്യൂട്ടി കളക്ടർ റോസ്ന ഹൈദ്രോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ജൂൺ 5 മുതൽ സെപ്റ്റംബർ മാസം 30 വരെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഗവൺമെന്റ് വനിതാ കോളേജ് NSS യൂണിറ്റിന്റെയും MSP സ്കൂൾ SPC വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും പങ്കാളിത്തത്തോടെ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ശുചീകരണം നടത്തി വൃക്ഷത്തൈകൾ നട്ടു. തുടർന്ന് ഹരിത കേരളം മിഷൻ തയ്യാറാക്കിയ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലി. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ 151 പച്ചത്തുരുത്തുകളാണ് ജില്ലയിലുള്ളത്. 500 പച്ചത്തുരുത്തുകളാണ് ഈ വർഷത്തെ ലക്ഷ്യം. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാരും 5 വർഷം പൂർത്തിയാക്കാൻ പോകുന്ന ജനപ്രതിനിധികളും ചേർന്ന്
ഓർമ്മമരം നട്ടു. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥിനികളുടെ ഇടയിൽ NSS, സ്റ്റുഡന്റ് പോലീസ് എന്നിവരുടെയും സർക്കാർ ജീവനക്കാരുടെയും യുവജന സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് ഹരിത കേരളം മിഷൻ ജില്ലയിൽ വൃക്ഷത്തൈകൾ നടുന്നത്. സോഷ്യൽ ഫോറസ്ട്രി വകുപ്പ് തൊഴിലുറപ്പ് തൊഴിലാളികൾ തയ്യാറാക്കിയ തൈകളും സന്നദ്ധ സംഘടനകളുടെ സ്പോൺസർഷിപ്പിലൂടെയും ലഭിക്കുന്ന തൈകളുമാണ് നട്ട് പരിപാലിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നത്. ഭിന്നശേഷി കുട്ടികളുടെ വിനോദ ഉല്ലാസവും ആരോഗ്യ സംരക്ഷണവും ഉറപ്പാക്കി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 കാലയളവിൽ 36,68,571 രൂപ വകയിരുത്തി വ്യത്യസ്ത പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കിയത്. ഭിന്നശേഷി കുട്ടികൾക്ക് ആകാശത്തിന്റെ അതിർവരമ്പുകൾ കാണാനും ആസ്വദിക്കാനും ചവറ ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് വെച്ചതാണ് ഉല്ലാസം പദ്ധതി. സംസ്ഥാന ടൂർ ഫെഡ് മുഖേന ആകാശ ജല വിനോദയാത്രകൾ, സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള ഭിന്നശേഷി കുട്ടികൾക്ക് സൗജന്യമായി മരുന്ന് നൽകുന്ന വിദ്യാസാന്ത്വന കിരണം, സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ, ഫിസിയോതെറാപ്പി സൗകര്യം തുടങ്ങിയ സേവനങ്ങളും നൽകി വരുന്നു. ഈ പദ്ധതികൾക്ക് പുറമെ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുകയും ഭിന്നശേഷി കലോത്സവം നടത്തുകയും ചെയ്യുന്നു. വരും വർഷങ്ങളിലും ഇത്തരം പദ്ധതികൾ വിജയിപ്പിച്ച് ഭിന്നശേഷി സൗഹൃദ ബ്ലോക്ക് എന്ന അംഗീകാരം നേടുകയാണ് ലക്ഷ്യമെന്ന് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി വ്യക്തമാക്കി. ഹരിത കേരളം മിഷൻ പച്ചത്തുരുത്ത് വ്യാപനത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം നടത്തി. വേളം ഗ്രാമപഞ്ചായത്തിലെ ഉത്തായി മണപ്പുറത്ത് KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ MLA ആണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നയിമ കുളമുള്ളതിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP ചന്ദ്രി, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P സുരേന്ദ്രൻ മാസ്റ്റർ, ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ PT പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ഹരിത കേരളം മിഷനും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ചേർന്ന് ഉത്തായി മണപ്പുറത്തെ 1 ഏക്കർ സ്ഥലത്താണ് പച്ചത്തുരുത്ത് ഒരുക്കുന്നത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായത്തോടെയാണ് സ്ഥലമൊരുക്കുകയും കുഴികളെടുക്കുകയും ചെയ്തത്. കോഴിക്കോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നാണ് തൈകൾ എത്തിച്ചത്. പട്ടികവർഗ വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനുള്ള അക്ഷരോന്നതി പദ്ധതിക്ക് കോഴിക്കോട് ജില്ലയിൽ തുടക്കം. പദ്ധതിയിലേക്കുള്ള ആദ്യ പുസ്തകം ജില്ലാ കളക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ബൈജു ജോസിന് കൈമാറി. പദ്ധതിയുടെ ലോഗോ പ്രകാശനം ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർവഹിച്ചു. കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ ജില്ലയിലെ വിവിധ ഉന്നതികളിലെ പട്ടികവർഗ വിഭാഗക്കാരിൽ വായന പ്രോത്സാഹിപ്പിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ പട്ടികവർഗ വികസന വകുപ്പിന്റെ സഹകരണത്തോടെ രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ പട്ടികവർഗ ഉന്നതികളിലെ സാമൂഹ്യ പഠനമുറികളിലേക്ക് ജനകീയ പങ്കാളിത്തത്തോടെയുള്ള പുസ്തക ശേഖരണത്തിനും തുടക്കമായി. ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഇൻചാർജ് നിസാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ K സരുൺ, ഇന്റേണൽ വിജിലൻസ് ഓഫീസർ T ഷാഹുൽ ഹമീദ്, ജില്ലാ എംപവർമെന്റ് ഓഫീസർ K രജിത, RGSA ജില്ലാ പ്രൊജക്ട് മാനേജർ MS വിഷ്ണു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. വ്യക്തികൾക്കും കൂട്ടായ്മകൾക്കും പുസ്തകം സംഭാവന ചെയ്യാം. വിലാസം: ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയം, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, സിവിൽ സ്റ്റേഷൻ PO, കോഴിക്കോട് 673020. ഹരിത കേരളം മിഷന്റെ നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ പദ്ധതിയുടെ ഭാഗമായി വടകര നഗരസഭയിൽ മടങ്ങാം മഷിപ്പേനയിലേക്ക് ക്യാമ്പയിന് തുടക്കമായി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന പദ്ധതിയുടെ നഗരസഭാതല ഉദ്ഘാടനം മേപ്പയിൽ SB സ്കൂളിൽ നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു നിർവഹിച്ചു. വൈസ് ചെയർമാൻ PK സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ PT പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. കൗൺസിലർമാർ, PTA ഭാരവാഹികൾ, ഹരിത കേരളം മിഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് മഷിപ്പേന വിതരണവും നടന്നു. നഗരസഭയിലെ മുഴുവൻ UP ഹൈസ്കൂൾ വിദ്യാലയങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പേനകൾക്ക് പകരം ദീർഘകാലം ഉപയോഗിക്കാൻ കഴിയുന്ന മഷിപ്പേനയിലൂടെ മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഹരിത കേരളം മിഷന്റെ വൃക്ഷവൽക്കരണ പരിപാടി ഒരു തൈ നടാം ജനകീയ ക്യാമ്പയിന് ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി നിർവഹിച്ചു. കോമളപുരം സ്പിന്നിംഗ് മിൽ വളപ്പിൽ വൃക്ഷത്തൈകൾ നട്ടായിരുന്നു ഉദ്ഘാടനം നടത്തിയത്. ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ പച്ചത്തുരുത്ത്, ഓർമ്മത്തുരുത്ത്, വൃക്ഷവൽക്കരണം എന്നിവയിലൂടെ നാടിന് അനുയോജ്യവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ചെറുപുന്ന, കമ്പകം, കാഞ്ഞിരം, നീർമരുത്, അശോകം, ആര്യവേപ്പ്, ഞാറ, ഞാവൽ തുടങ്ങിയ വൃക്ഷങ്ങൾ ക്യാമ്പയിന്റെ ഭാഗമായി നടും. വനം വകുപ്പിൽ നിന്ന് ലഭ്യമായ വലിയ വൃക്ഷത്തൈകൾക്ക് പുറമെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായ നഴ്സറികളിൽ നിന്നും പ്രാദേശികമായും പച്ചത്തുരുത്തിന് ആവശ്യമായ തൈകൾ ശേഖരിച്ചാണ് പച്ചത്തുരുത്തുകൾ സ്ഥാപിക്കുന്നത്.
ജില്ലയിൽ 149 സെന്റ് സ്ഥലത്തായി 17 പച്ചത്തുരുത്തുകളാണ് പുതിയതായി സ്ഥാപിച്ചത്. മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി അജിത് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ KS രാജേഷ്, കോമളപുരം സ്പിന്നിംഗ് ആൻഡ് വീവിംഗ് മിൽസ് ജനറൽ മാനേജർ VR ഹോബി, അസിസ്റ്റന്റ് ജനറൽ മാനേജർ അനൂഫ് കുമാർ, മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജുമൈലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മരട് നഗരസഭയിൽ സ്വന്തമായി സ്ഥലവും വീടുമില്ലാത്ത പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കായി നിർമ്മിച്ച പാർപ്പിട സമുച്ചയത്തിന്റെ താക്കോൽ കൈമാറ്റം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പാർപ്പിട സമുച്ചയത്തിന്റെ അങ്കണത്തിൽ ഫലവൃക്ഷത്തൈ നടുകയും ചെയ്തു. നഗരസഭയിലെ 8 കുടുംബങ്ങൾക്കായി നിർമ്മിച്ചിരിക്കുന്ന ഫ്ളാറ്റിൽ ഓരോ കുടുംബത്തിനും ലിവിംഗ് റൂം, കിച്ചൺ, ബാൽക്കണി, 2 ബെഡ്റൂം, ബാത്റൂം അറ്റാച്ച്ഡ് എന്നീ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നഗരസഭയിലെ 30-ാം ഡിവിഷനിൽ 20 സെന്റ് ഭൂമിയിൽ 2.68 കോടി ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത്. നഗരസഭാ ചെയർമാൻ ആന്റണി ആശാംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഹൈബി ഈഡൻ MP, K ബാബു MLA, വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മുനിസിപ്പൽ സെക്രട്ടറി E നാസിം, മുനിസിപ്പൽ എഞ്ചിനീയർ ശശികല PR, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PP സന്തോഷ്, ജിൻസൺ പീറ്റർ, CE വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കാറൊടുക്ക ബ്ലോക്ക് പഞ്ചായത്തിന്റെ കരുതൽ ഡയാലിസിസ് യൂണിറ്റ് 5-ാം വർഷത്തിലേക്ക്. നിരവധി വൃക്കരോഗികൾക്ക് കരുതലേകിയ ഈ യൂണിറ്റിൽ ഇതുവരെ 76 വൃക്കരോഗികളിലായി 12,785 ഡയാലിസിസ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. കോവിഡ് കാലത്തായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ഒരു ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയത്. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ കുമ്പടാജെ, കുറ്റിക്കോൽ, ബേഡടുക്ക, ദേലമ്പാടി, മുളിയാർ, ബെള്ളൂർ, കാറടുക്ക പഞ്ചായത്തുകളിലെ രോഗികളിൽ നിന്ന് ലഭിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ രോഗികളെ തെരഞ്ഞെടുത്താണ് ചികിത്സ നൽകുന്നത്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ സാധ്യതാ പ്രവചനത്തിന്റെ ഭാഗമായി ഓറഞ്ച്, മഞ്ഞ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാളും, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശനിയാഴ്ചയും ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശനിയാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ആണെങ്കിലും റെഡ് അലേർട്ടിന് സമാനമായ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും, നാളെ കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും, വെള്ളിയാഴ്ച പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും, ശനിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയത്തും മഞ്ഞ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. കൊല്ലം ജില്ലയിലെ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ പരിചരണ മേഖലയിൽ നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങൾ കാണാം. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കടയ്ക്കൽ താലൂക്ക് ആശുപത്രി, CHC നിലമേൽ, CHC വെളിനല്ലൂർ എന്നീ 3 ആശുപത്രികൾക്കായി 2021-22 സാമ്പത്തിക വർഷത്തിൽ ആരോഗ്യമേഖലയിൽ ആകെ 53,76,000 രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കി. വിവിധതരം രോഗങ്ങൾ, വൈകല്യങ്ങൾ, വാർദ്ധക്യം മൂലമുള്ള കഷ്ടതകൾ തുടങ്ങിയ പല കാരണങ്ങളാൽ കിടപ്പിലായി പോവുകയും സാധാരണ ജീവിതം പരസഹായം കൂടാതെ അസാധ്യമായി ദുരിതപൂർണമായ ജീവിതം നയിക്കുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒരു താങ്ങായി പാലിയേറ്റീവ് പരിചരണം പദ്ധതി നിലകൊള്ളുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സെക്കൻഡറി പാലിയേറ്റീവ് പരിചരണം സാധ്യമാക്കുന്നത് ദേശീയ ആരോഗ്യ മിഷൻ ചുമതലപ്പെടുത്തിയ സ്റ്റാഫ് നഴ്സിന്റെയും ഫിസിയോതെറാപ്പിസ്റ്റിന്റെയും സേവനത്തിലൂടെയാണ്. ചിതറ, കടയ്ക്കൽ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ 65 രോഗികൾക്ക് കടയ്ക്കൽ താലൂക്ക് ആശുപത്രി മുഖേനയും, നിലമേൽ, കുമ്മിൾ, ഇട്ടിവ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ 54 രോഗികൾക്ക് നിലമേൽ CHC മുഖേനയും, വെളിനല്ലൂർ, ഇളമാട്, ചടയമംഗലം എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ 71 രോഗികൾക്ക് വെളിനല്ലൂർ CHC മുഖേനയും സെക്കൻഡറി പാലിയേറ്റീവ് പരിചരണത്തിന്റെ ഭാഗമായി ഹോം കെയർ പരിചരണം നൽകുന്നു. മെഡിക്കൽ ഓഫീസർ, സെക്കൻഡറി പാലിയേറ്റീവ് സ്റ്റാഫ് നഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവർ ചേർന്ന സംഘം എല്ലാ മാസവും വീടുകളിലെത്തി രോഗികൾക്ക് പരിചരണം ഉറപ്പാക്കുകയും
ഗുരുതര രോഗബാധിതരായ ഹോം കെയർ രോഗികളെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടി കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് വാർഡിൽ പ്രവേശിപ്പിച്ച് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നു. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ 3/7/2019 മുതൽ പ്രവർത്തിച്ചുവരുന്ന ഡയാലിസിസ് യൂണിറ്റിന്റെ മികച്ച പ്രവർത്തനങ്ങൾക്കു വേണ്ടി ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് 2021-22 സാമ്പത്തിക വർഷത്തിൽ 30,16,037 രൂപ ചെലവഴിച്ചു. 13 മെഷീനുകളുടെ സഹായത്തോടെ 4 ഷിഫ്റ്റുകളിലായി ദിനംപ്രതി 90 രോഗികൾക്ക് ഡയാലിസിസ് നടത്തിവരുന്നു. ഇതിനുവേണ്ടി 8 ഡയാലിസിസ് ടെക്നീഷ്യന്മാരെയും 3 സ്റ്റാഫ് നഴ്സുമാരെയും കരാറടിസ്ഥാനത്തിൽ നിയമിച്ചിട്ടുണ്ട്. ഒരേ സമയം 5 മുതൽ 8 വരെ രോഗികൾക്ക് ഫിസിയോതെറാപ്പി ചികിത്സ ലഭ്യമാകുന്ന വിധത്തിൽ ഏകദേശം 650 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഫിസിയോതെറാപ്പി യൂണിറ്റ് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിച്ചുവരുന്നു. പാലിയേറ്റീവ് രോഗികൾക്കു വേണ്ടി മോട്ടോറൈസ്ഡ് ടിൽറ്റിംഗ് ടേബിൾ, പക്ഷാഘാതം ബാധിച്ച ആൾക്കാരെ നടത്തുന്നതിനാവശ്യമായ പാരലൽ ബാർ, തോൾ പേശികളെ ചലിപ്പിക്കുന്നതിനാവശ്യമായ ഷോൾഡർ വീൽ, കോഗ്നിറ്റീവ് ഇംപ്രൂവ്മെന്റിന് സഹായിക്കുന്ന പെഗ് ബോർഡ്, മസിൽ സ്റ്റിമുലേറ്റർ, ലേസർ തെറാപ്പി യൂണിറ്റ് എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് 2011-12 സാമ്പത്തിക വർഷം ഈ ആശുപത്രിക്ക് അലോട്ട് ചെയ്തതാണ് ഇപ്പോഴത്തെ പാലിയേറ്റീവ് കെയർ വാർഡ്. എന്ന് പറയുന്നത് കിടത്തി ചികിത്സ സംവിധാനമുള്ള ഒരു സിസ്റ്റമാണ്. ഡയാലിസിസിന്റേതും നമ്മുടെ ചടയമംഗലം ബ്ലോക്ക് പ്രോജക്റ്റ് വഴി നിരന്തരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇത് രണ്ടും ഈ ഒരു കിഴക്കൻ മലയോര മേഖലകളിലെ ജനങ്ങളുടെ ആരോഗ്യത്തിന് വലിയൊരു താങ്ങാണ്. വയോജന പരിപാലനത്തിന്റെ ഭാഗമായി 2021-22 വർഷത്തിൽ പകൽ വീടുകളുടെ നടത്തിപ്പിന് വിഹിതമായി ഗ്രാമപഞ്ചായത്തുകൾക്ക് 6,87,823 രൂപ നൽകി. ഭിന്നശേഷി സൌഹൃദ പ്രവർത്തനത്തിന്റെ ഭാഗമായി 2021-22 വർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഇനത്തിൽ 21,84,600 രൂപയും, ബഡ് സ്കൂളിന്റെ നടത്തിപ്പിനായി ഗ്രാമപഞ്ചായത്തുകൾക്ക് വിഹിതമായി 16,58,242 രൂപയും ഉൾപ്പെടെ ആകെ 38,42,842 രൂപ ചെലവാക്കി. പാലക്കാട് ജില്ലയിലെ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ വാട്ടർ സഫിഷ്യന്റ് വില്ലേജ് പ്രവർത്തനങ്ങൾ കാണാം. മണ്ണാർക്കാട് താലൂക്കിൽ കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്താണ് ശാലീന സുന്ദരവും ജലസമൃദ്ധവുമായ ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. നാലുഭാഗവും ചുറ്റപ്പെട്ട മലനിരകളിൽ നിന്നുത്ഭവിക്കുന്ന ഈ ശുദ്ധജലം പിച്ചലമുണ്ടയിലെ ജലസംഭരണിയിലേക്കെത്തിച്ച് സമ്പൂർണമായ ശുദ്ധീകരണത്തിനു ശേഷം തച്ചമ്പാറ പഞ്ചായത്തിലെ ഉള്ളിക്കഞ്ചേരി വാട്ടർ ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്നു. തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ മലയോര മേഖലയല്ലാത്ത മറ്റു വാർഡുകളിലേക്ക് ഇവിടെ നിന്നാണ് ജലവിതരണം നടത്തുന്നത്. തച്ചമ്പാറ പഞ്ചായത്തിൽ എല്ലായിടത്തും ജലലഭ്യത ഉറപ്പാക്കാൻ വാക്കോടൻ മലയുടെ താഴ്വരയിൽ ജലജീവൻ മിഷന്റെ പുതിയ പദ്ധതി കൂടി ഇനി യാഥാർത്ഥ്യമാകുമ്പോൾ എല്ലാവർക്കും ശുദ്ധീകരിച്ച കുടിവെള്ളം ലഭ്യമാക്കുക എന്ന തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ ശ്രദ്ധേയ തീരുമാനം നടപ്പാക്കും. തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് അടുത്ത കാലഘട്ടത്തിനുള്ളിൽ സമ്പൂർണമായി കുടിവെള്ള പദ്ധതി ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത് ഭരണസമിതി ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഭാഗമായി ജലജീവൻ മിഷന്റെ നേതൃത്വത്തിൽ 929 വാട്ടർ കണക്ഷൻ ഞങ്ങൾ അധികാരത്തിലേറിയ കാലഘട്ടം മുതൽ ഇതുവരേക്ക് നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. തച്ചമ്പാറയെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ മലയോര പ്രദേശമായിട്ടുള്ള പാലക്കയം ഉൾപ്പെടെയുള്ള ഭാഗത്ത് വാട്ടർ കണക്ഷൻ എത്തിക്കാനുള്ള ഒരു പ്രതിസന്ധിയാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വാട്ടർ അതോറിറ്റിയും മറ്റും ഇടപെട്ടുകൊണ്ട് ഇപ്പോ ഏതാണ്ട് 15 കോടിയോളം രൂപയുടെ ഒരു പദ്ധതി അവിടെ നടപ്പാക്കാൻ പോവുകയാണ്. വാക്കോടൻ മലയുടെ അടിവാരത്തായി ഒരു വാട്ടർ ടാങ്ക് പണിതുകൊണ്ട് പാലക്കയം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും സമ്പൂർണ്ണ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതി ഇപ്പൊ നടപ്പാക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഉടൻ തന്നെ അതിന്റെ പ്രവൃത്തി ആരംഭിക്കും. അങ്ങനെ വരുമ്പോൾ ആ പ്രദേശം ഉൾപ്പെടെ പാലക്കയം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് സമ്പൂർണ്ണ കുടിവെള്ളം നമുക്ക് എത്തിക്കാൻ കഴിയും.
അടുത്ത 2 വർഷത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായും തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പാക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിന് കഴിയുന്ന രീതിയിലൊക്കെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി ഇടപെടും എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ. അടുത്തതായി നമുക്ക് സംസാരിക്കാം. തൃശൂർ ജില്ലയിലെ വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭിയാണ് ഇന്ന് നമുക്ക് സംസാരിക്കാം പരിപാടിയോടൊപ്പം ഉള്ളത്. നമുക്ക് അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഏകദേശം 56ഓളം ആളുകളാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഓരോരുത്തരും അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് പൂർത്തീകരിച്ചും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ആളുകൾക്കും വീടാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ ഏകദേശം 5-6ഓളം ആളുകൾക്ക് വീട് നമ്മൾ നൽകി കഴിഞ്ഞു. പലർക്കും ഉപജീവനാണ് വേണ്ടിയിരുന്നത്. 8ഓളം ആളുകൾക്ക് കടകള്, അതുപോലെ തന്നെ മൃഗസംരക്ഷണം, ആട് വളർത്തല്, അങ്ങനെയുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് അവർക്ക് വേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കുകയും വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു 12ഓളം ആളുകൾക്ക് അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട മരുന്ന് ലഭ്യമാക്കലാണ് ആവശ്യമുണ്ടായിരുന്നത്. അത് അവർക്ക് ലഭ്യമാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ആളുകൾക്ക് അവർക്ക് ഭവനമില്ല, സ്ഥലമില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷം വന്നിട്ടുണ്ട്. സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഗവൺമെന്റിന്റെ വിവിധ പ്രോജക്റ്റുകൾ അനുസരിച്ചുള്ള രീതിയിൽ അവർക്ക് ഫണ്ട് നൽകിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ലഭ്യമായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കിപ്പോ അവരുടെ വീടിന്റെ വാടക, റെന്റ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇത്രയും വീടുകളിലേക്ക് നമ്മൾ കിറ്റ്, ഭക്ഷ്യധാന്യ കിറ്റ് നമ്മൾ ഒരു വർഷത്തോളമായി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അതിദരിദ്രരില്ലാത്ത കേരളം എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഏകദേശം മാർച്ച് 20 കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ 56 ആളുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവരെ ദരിദ്രരില്ലാത്ത ആ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചില ആളുകളെ സംരക്ഷിക്കേണ്ട ആളുകളുണ്ട്. അപ്പൊ അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ ബന്ധുക്കളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരെ അത്തരം ഒരു ഷെൽട്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ നമുക്ക് ഈ പറയുന്ന 56 ആളുകളുടെയും അതിദരിദ്രരില്ലാത്ത കേരളം എന്ന ആ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകളെ ആ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക എന്നല്ല, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് പോകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പൊ ഈ മാസത്തോടുകൂടി നമ്മൾ പൂർത്തീകരിക്കും. 2 പേരുടെ വിഷയമാണ് ഉള്ളത്. അവർക്ക് ഭൂമി നൽകാൻ വേണ്ടിയിട്ട് പലരും സന്നദ്ധരായിട്ട് വന്നിട്ടുണ്ട്. അവരിൽ നിന്നും ഭൂമി എടുത്ത് അവർക്ക് വീട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള വെച്ചിട്ടുള്ളത്. അതിന് വേണ്ട ഫണ്ടുകൾ ആവശ്യമായ പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഈ ഭരണസമിതി വരുന്ന സമയത്ത് ഒട്ടേറെ പ്രദേശങ്ങൾ തരിശ് കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കർഷകരെയും അതുപോലെ തന്നെ പാടശേഖര സമിതി ആളുകളെയും കൃഷിഭവന്റെ നേതൃത്വത്തിലും പഞ്ചായത്തൊക്കെ കൂടിയിട്ട് നമ്മൾ അവരെ വിളിച്ചു ചേർക്കുകയും അതിനുവേണ്ടിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഇന്നിപ്പോ നമുക്ക് തരിശ് രഹിതമാകുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ പാടശേഖരങ്ങൾ വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. മുൻപുണ്ടായിരുന്നേക്കാൾ കൂടുതൽ സ്ഥലത്ത് നമുക്ക് നമ്മുടെ കൃഷി ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല അവർക്ക് വേണ്ട നെൽവിത്ത് സൗജന്യമായി നൽകുന്നു. അതുപോലെ തന്നെ വളങ്ങൾ നൽകുന്നു. കൂലിച്ചെലവ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. പച്ചക്കറി മേഖലയിൽ പച്ചക്കറി വിത്തുകൾ അതുപോലെ തന്നെ തൈകളും നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് അവിടെ കൃഷി ചെയ്യുന്നതിന് വേണ്ടി കൂലിച്ചെലവും നമ്മൾ നൽകുന്ന സ്ഥിതിവിശേഷമുണ്ട്. നമ്മൾ വാഴ കർഷകർക്ക് വേണ്ടി സബ്സിഡി 5 രൂപ വാഴ കർഷകർക്ക് സബ്സിഡി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ തെങ്ങ് കർഷകർക്ക് നമ്മൾ വളം എന്നുള്ള സബ്സിഡി നൽകിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സ്ഥലത്ത് നമുക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ 5 സ്ഥലത്ത് നമ്മൾ 5 HP മോട്ടറുകളും അതിന്റെ മോട്ടോർ ഷെഡും സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് ആ പ്രദേശത്തും കൂടുതൽ കൃഷി ചെയ്യുന്നുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കുളങ്ങൾ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ചിറകെട്ടിക്കൊണ്ട് വെള്ളം തടഞ്ഞു നിർത്തിക്കൊണ്ട് അവിടേക്ക് കൃഷിക്ക് വെള്ളം ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങൾ, അത് നമ്മുടെ മൈനർ ഇറിഗേഷന്റെ 2 പ്രൊജക്ട് ഉണ്ട്. പഞ്ചായത്തുകളുടെ 2-3 പ്രൊജക്ടുകളുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും വലിയ ഒരു പ്രദേശമാണ് ഏകദേശം 4.5 ഏക്കറോളം വ്യാപിച്ചിരിക്കുന്ന കിടായി ചിറ എന്നുള്ളത്. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുൻ മന്ത്രിയായിരുന്ന AC മൊയ്തീൻ, ഇപ്പൊ ഞങ്ങളുടെ MLA കൂടിയാണ്, അദ്ദേഹത്തിന്റെ 3 കോടി രൂപ വെച്ചുകൊണ്ട് ആ സ്ഥലത്ത് ഇന്ന് വലിയ ഒരു ഡാമിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തിൽ തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. ഏകദേശം അതിന്റെ ഒരു 40% വർക്കുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അത് വരുന്നതോടുകൂടി നമുക്ക് ഏക്കർ കണക്കിന് സ്ഥലത്ത് വെള്ളം എത്തിക്കുന്നതിനും ഒക്കെയുള്ള സംവിധാനം ഒരുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വേലൂരിന്റെ തന്നെ വിവിധ പാടശേഖര സമിതി, അത് കോടശ്ശേരി മുതൽ നമ്മുടെ വടക്കാഞ്ചേരി പുഴയുടെ അതിർത്തിയായ കേച്ചേരി പുഴ വരെയുള്ള പാടശേഖരങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ
ഈ ഡാം പൂർത്തീകരിക്കുന്നതോടുകൂടി നമുക്ക് സാധിക്കും. മാത്രമല്ല ഡാമിനോട് ചേർന്ന് നമുക്ക് അനുബന്ധമായിട്ട് ഏകദേശം 65 ലക്ഷം രൂപയുടെ ഒരു നഗരസഞ്ചയൽ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ കുടിവെള്ള പദ്ധതി കൂടി ഇപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. നമുക്ക് ഈ മാസത്തോടു കൂടി ആ പണി പൂർത്തീകരിക്കും. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പൊ കാർഷിക മേഖലയിൽ അത്തരം പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ട്രാക്ടർ, റാമ്പ് കർഷകരുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിനുള്ള പദ്ധതി, പിന്നെ സോളാർ സിസ്റ്റം, കാർഷിക വൈദ്യുതിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗജന്യമായി സോളാർ അനർട്ടുമായി സഹകരിച്ചുകൊണ്ട് എല്ലാവർക്കും സോളാർ വൈദ്യുതി എത്തിക്കുന്നുള്ള പദ്ധതികൾ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പഞ്ചായത്തില് നമുക്കൊരു കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഉണ്ടായിരുന്നത്. ഗവൺമെന്റിന്റെ ആർദ്ര മിഷന്റെ ഭാഗമായി ഈ മണ്ഡലത്തിലെ ആദ്യത്തെ ആർദ്രം ആശുപത്രിയായി വേലൂരിനെ സജസ്റ്റ് ചെയ്യുകയും അവിടെ ആർദ്ര മിഷന്റെ ഭാഗമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. നമുക്ക് അവിടെ വരുമ്പോൾ ആദ്യം ഒരു ഡോക്ടറാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇന്ന് 4 ഡോക്ടർമാരുടെ സേവനം നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. 100-ൽ താഴെ രോഗികളാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഏകദേശം 400-ൽ കൂടുതൽ രോഗികൾ നമ്മുടെ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാധാരണ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുകയും അനുബന്ധ സംവിധാനങ്ങൾ അവിടെ ഒരുക്കുകയും ലാബും ഫാർമസിയും അതുപോലെ തന്നെ അതിനു മുൻപുള്ള അസസ്മെന്റിന് വേണ്ടിയുള്ള റൂമുകളും കാഷ്വാലിറ്റിയും ECG സംവിധാനവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ സംവിധാനം നമുക്ക് അവിടെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പേപ്പർലെസ് രീതിയിലുള്ള സംവിധാനങ്ങളും അവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. വലിയ ഒരു മുതൽ മുടക്ക് ഗവൺമെന്റിന്റെയും പഞ്ചായത്തിന്റെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് നമുക്ക് സബ് സെന്ററുകളാണ്. ആ സബ് സെന്ററുകൾ ഇന്ന് വെൽനസ് സെന്ററുകളായി ഉയർത്തുകയും അവിടെ ഒരു നഴ്സിന്റെ സേവനം നമുക്ക് മുഴുവൻ സമയം ലഭ്യമാക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. മാത്രമല്ല അവിടെയുള്ള ഒട്ടേറെ അതിന്റെ അനുബന്ധമായിട്ട് യോഗ അങ്ങനെയുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ, സൈക്ലിംഗ് ക്ലബ്ബുകൾ, യോഗ ക്ലബ്ബുകളൊക്കെ ആരംഭിച്ച് ജനങ്ങൾക്കിടയിലേക്ക് രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മുൻതൂക്കം നൽകി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ കേരളത്തിൽ തന്നെ എല്ലാ വാർഡുകളിലും ഫെസിലിറ്റേഷൻ സെന്റർ ഉള്ള ഒരു പഞ്ചായത്താണ് ഇതുള്ളത്. അതായത് ഏറ്റവും അടിത്തട്ടിലുള്ള രോഗികൾക്ക്, പാലിയേറ്റീവ് രോഗികൾക്ക് ആരോഗ്യ കാര്യങ്ങൾക്ക് നൽകുന്നതിന്, അവന്റെ വേണ്ട ഉപകരണങ്ങൾ നൽകുന്നതിന് എല്ലാ വാർഡുകളിലും ഫെസിലിറ്റേഷൻ സെന്റർ ഒരുക്കുകയും എല്ലാവിധ സംവിധാനങ്ങളും, ബെഡുകളും വോക്കറുകളും അതുപോലെ തന്നെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു കേന്ദ്രം. അതുമാത്രമല്ല ആശമാർക്ക് ഒരു ഓഫീസ് സംവിധാനം എന്നുള്ള രീതിയിൽ കൂടി ഇത് ഉപയോഗപ്പെടുത്തുകയും എല്ലാ ആഴ്ചകളിലും അവിടെ വാർഡ് മെമ്പറും ആശാപ്രവർത്തകരും അംഗൻവാടി ടീച്ചറും ഇരുന്നുകൊണ്ട് ആ വാർഡിലെ ആരോഗ്യ വിഷയങ്ങളെ ചർച്ച ചെയ്യുകയും അതിനു വേണ്ട പ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറിയിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മുകളിൽ ഒരു വനിതാ ജിംനേഷ്യം നമ്മൾ ഒരു വർഷമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ജില്ലാ പഞ്ചായത്തിന് 5 ലക്ഷം രൂപ കിട്ടി. വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപ വെച്ചുകൊണ്ട് ഉപകരണങ്ങളും ഏകദേശം 20 ലക്ഷം രൂപ വെച്ചുകൊണ്ട് ആ കെട്ടിടത്തിന്റെ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഏകദേശം 100ഓളം വനിതകൾ ഇന്ന് ആരോഗ്യ കേന്ദ്രത്തെ മറ്റേ ജിംനേഷ്യത്തെ വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ പദ്ധതിയുടെ ഭാഗമായി വനിതകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള യോഗ ക്ലാസ്സുകൾ നമ്മളിവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കൂളുകളിലെ യോഗ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. കരാത്തെ, ജൂഡോ പോലുള്ള ആയോധന കലകൾ പരിശീലിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രൊജക്ടുകൾ നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഗ്രൗണ്ടിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒട്ടേറെ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLA ഫണ്ടും സ്പോർട്സ് കൗൺസിലിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 1 കോടി രൂപ വെച്ചുകൊണ്ടാണ് വേലൂരിന്റെ ഗ്രൗണ്ട് നവീകരണം പൂർത്തീകരിച്ചത്. ഇപ്പൊ അവിടെ ഒരു വനിതാ ഫുട്ബോൾ ടീം നമ്മൾ ഈ വർഷത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അങ്ങനെ ആരോഗ്യ മേഖലയിൽ വേലൂർ പഞ്ചായത്ത് വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും നല്ല ആശുപത്രിക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പം അവാർഡുകൾ നമ്മൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ഒട്ടേറെ പുരസ്കാരങ്ങൾ നമ്മുടെ ഈ ആശുപത്രിക്ക് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു രോഗി പരിചരണ കേന്ദ്രമായി അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് മാലിന്യ മേഖല ഇന്ന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗവൺമെന്റിന്റെ പദ്ധതിയായ ഈ മാലിന്യ സംസ്കരണ പദ്ധതികൾ ഏറ്റെടുക്കുകയും നമ്മുടെ പഞ്ചായത്തിൽ ഒരു വലിയ ഒരു കെട്ടിടത്തോടു കൂടി ഒരു MCF പൂർത്തീകരിക്കുകയും എല്ലാ വാർഡുകളിലും മിനി MCFകൾ പൂർത്തീകരിക്കുകയും എല്ലാ വാർഡിലും 2 ഹരിത കർമ്മസേനാംഗങ്ങളെ നിയോഗിച്ചുകൊണ്ട് വീടുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കുകയും അവരുടെ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് നമ്മൾ സ്വീകരിക്കുകയും അത് 2 വണ്ടികൾ, ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഗ്രാമസുന്ദരി എന്ന പേരിട്ടുകൊണ്ട് 2 വണ്ടിയുണ്ട് ഇവിടെ. അത് ഈ വനിതകൾക്ക് തന്നെ പരിശീലനം നൽകിക്കൊണ്ട് അവർ തന്നെയാണ് അതിന്റെ ഡ്രൈവിംഗ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രൊജക്ട് വെച്ച് പഞ്ചായത്ത് നൽകുകയാണ്.
മാത്രമല്ല ഈ പണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന 2-3 ടൺ മാലിന്യമാണ് പ്രതിമാസം നമുക്ക് ലഭ്യമായിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഏകദേശം 15ഓളം ടണ്ണ് മാലിന്യത്തിലേക്ക് അതിന്റെ ഉയർന്നിട്ടുണ്ട്. ഏകദേശം 80% ആളുകൾ ഹരിതകർമ്മസേനയെ സഹകരിക്കുകയും യൂസർ ഫീ നൽകുകയും ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവർക്ക് നൽകുകയും ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ ഉയർന്നു വരാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും നമ്മളായി സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഈ 2 മാസമായി തെരുവുകൾ വൃത്തിയാക്കുക എന്നുള്ളതിന്റെ ഭാഗമായി 10ഓളം ആളുകളെ, ശുചീകരണ തൊഴിലാളികളെ വെച്ചുകൊണ്ട് തെരുവുകൾ വൃത്തിയാക്കുന്നുണ്ട്. ഏകദേശം 50ഓളം ബോട്ടിൽ ബൂത്തുകൾ ഈ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നമ്മൾ വെക്കുകയും അത് ബോട്ടിലുകൾ കളക്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലും പലയിടത്തും മാലിന്യങ്ങൾ ക്രമാതീതമായി ഡംപ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനം നമ്മൾ പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ MCF-ൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുകയും പുതിയ കെട്ടിടങ്ങൾ കൊണ്ടുവരും. ബെയിലിംഗ് മെഷീൻ നമുക്ക് അവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതിന് അനുബന്ധമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാലിന്യ സംസ്കരണ രംഗത്ത് പഞ്ചായത്ത് ജില്ലയിൽ തന്നെ നല്ലൊരു മികച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. 100% വീടുകളിലും എത്തുന്ന, എല്ലാ മാസവും പ്രതിമാസം എത്തുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഒട്ടേറെ പഞ്ചായത്തിനുണ്ട്. ഏകദേശം എത്ര ശതമാനം സംഖ്യ അവർക്ക് മാറ്റിവെക്കുന്നു തന്നെ നമ്മുടെ ബഡ്ജറ്റിലുള്ളതാണ്. അതിന്റെ ഭാഗമായി മാത്രമല്ല, ആ മേഖലയിലുള്ള ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒട്ടേറെ പദ്ധതികളാണ് ഗവൺമെന്റ് പഞ്ചായത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, അവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ വിവിധങ്ങളായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. വേലൂർ പഞ്ചായത്ത് അത്തരത്തിലുള്ള സംരംഭക ഒരു പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ ഉയർന്നു വരാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു, ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. മറ്റതെല്ലാം നമ്മുടെ ഇന്ത്യൻ പഞ്ചായത്തിലുണ്ട്. അവരെ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അയൽക്കൂട്ടങ്ങളെയും ഗ്രൂപ്പുകളെയും പ്രൊമോട്ട് ചെയ്യുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും പദ്ധതികൾ ആവിഷ്കരിച്ച് പ്രൊജക്ടുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. കുടുംബശ്രീയുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒട്ടേറെ പദ്ധതികൾ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ഈ ഹരിതകർമ്മസേന എന്നെ ഒരു പ്രൊജക്റ്റ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ ഒട്ടേറെ പദ്ധതികൾ അവിടെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, നമ്മുടെ ബഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം നമുക്ക് ഭിന്നശേഷി മേഖലയിലുണ്ട്. അവിടുത്തെ അമ്മമാരെ വെച്ചുകൊണ്ട് അവർക്ക് തൊഴിൽ പരിശീലനം നൽകിക്കൊണ്ട് വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അത് വേണ്ട സെയിലിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുകയും അവർക്കൊരു വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വേലൂർ കുടുംബാരോഗ്യത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ കിയോസ്ക് രൂപീകരിച്ച് അതൊരു വനിതാ സംരംഭകർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വേലൂർ ഹൈസ്കൂളിൽ അത്തരമൊരു സംരംഭത്തിന് വേണ്ടി പ്രൊജക്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വനിതകൾക്ക് വേണ്ടിയുള്ള നേരത്തെ പറഞ്ഞ യോഗയും കരാട്ടയും പോലുള്ള ഒട്ടേറെ പ്രൊജക്ടുകൾ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അത് മെൻസ്ട്രൽ കപ്പ്, അവരുടെ ശുചിത്വവുമായി ബന്ധപ്പെട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് മെൻസ്ട്രൽ കപ്പ് ഏകദേശം കഴിഞ്ഞ വർഷത്തിൽ തന്നെ നമ്മുടെ 1000ഓളം ആളുകൾക്ക് മെൻസ്ട്രൽ കപ്പ് കൊടുക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് വനിതകൾക്ക് വേണ്ടിയുള്ള ഒരു കലോത്സവം, ഒരു ദിനം ഫുൾ നിൽക്കുന്ന തരത്തിലേക്ക് വനിതാ കലോത്സവം ഈ വർഷത്തിൽ നമ്മൾ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അത്ര വലിയൊരു പ്രദേശങ്ങളോ അല്ലെങ്കിൽ പ്രശ്നബാധിത പ്രദേശങ്ങളോ നമുക്കില്ല. പലപ്പോഴും നമുക്ക് കഴിഞ്ഞ പ്രളയത്തിലൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ നേരിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ഡ്രെയിനുകൾ സംവിധാനങ്ങൾ ഒക്കെ നമ്മൾ പൂർത്തീകരിച്ചു. കൽവെട്ടുകളൊന്നും ഇല്ലാത്തവർക്ക് പുതിയ കൽവെട്ടുകൾ നിർമ്മിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുഴയിലെ മാലിന്യങ്ങൾ വന്ന് അടഞ്ഞ് പുഴയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതികൾ ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, നമുക്ക് ഇവിടെ അത്തരം ഒരു സേനയെ സന്നദ്ധമാക്കുകയും ഏത് സമയത്തും ആ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പരിശീലനം നൽകുകയും അവർക്ക് വേണ്ട ഉപകരണങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കൂടശ്ശേരി കുന്നിന്റെ പ്രദേശങ്ങൾ, അതുപോലെ തന്നെ വിവിധ ഉയർന്ന പ്രദേശങ്ങളൊക്കെ തന്നെ ജിയോളജി വകുപ്പുമായി ബന്ധപ്പെട്ട് പരിശീലനം നടത്തുകയും അത്തരം പ്രശ്നങ്ങളില്ലാത്ത ഒരു പ്രദേശമായി അതിനെ അവർ വിലയിരുത്തുകയും റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വലിയൊരു പ്രശ്ന ബാധിത ഒരു പ്രദേശമല്ല വേലൂര് എന്നുള്ളതാണ്. ഞങ്ങള് വേലൂരിൽ കിടായി ഡാമിനോട് ചേർന്നിട്ട് വലിയൊരു ടൂറിസ്റ്റ് സംവിധാനം ഒരുക്കണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് അതൊരു പദ്ധതിയായി ആവിഷ്കരിക്കാൻ സാധിക്കും. മറ്റൊന്ന്, നമുക്ക് വയോജനങ്ങൾക്ക് വന്നിരിക്കാനും സംവിധാനത്തിനൊക്കെ ആയിട്ട് കീലാരൂരിൽ ഒരു പാർക്ക്, ചെറിയൊരു പാർക്ക് നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതൊരു ഓപ്പൺ ജിമ്മോ എന്നുള്ള രീതിയിലും കൂടിയാണ് അത് ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, മുട്ടിക്കൽ ചിറ എന്നുള്ള കേച്ചേരി പുഴയുടെ ഭാഗത്ത് ഒരു ഡാം, ഒരു ഷട്ടർ ഇട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അവിടെ ചെറിയൊരു ആളുകൾക്ക് വന്നിരിക്കാനും ഒക്കെയുള്ള ഒരു സംവിധാനം ഒരുക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഭിന്നശേഷി മേഖലയിലാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള വിവിധ ഉപകരണങ്ങൾ, ക്യാമ്പുകൾ, അത്തരം പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് 18 വയസ്സ് കഴിഞ്ഞ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കേന്ദ്രം
തളിർ ബഡ്സ് റീഹബിലിറ്റേഷൻ സെന്റർ എന്ന് പറഞ്ഞുകൊണ്ട് വേലൂർ ആശുപത്രിക്ക് പിന്നിലുള്ള ഏകദേശം 30 സെന്റോളം സ്ഥലത്ത് നമ്മൾ വലിയൊരു കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. ആ കെട്ടിടത്തിൽ ഇന്ന് ഏകദേശം 30ഓളം കുട്ടികൾ അവിടെ വരുന്നുണ്ട് പ്രതിദിനം. അവർക്ക് വരാനും പോകുന്നതിനുള്ള ബസ് സൗകര്യങ്ങളും അതുപോലെ തന്നെ അവിടെ 2 ആയമാരെയും, ആയമാരെ കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ അമ്മമാരെ തന്നെയാണ് നമ്മളവിടെ ആയമാരായിട്ട് നിയമിച്ചിട്ടുള്ളത്. മറ്റൊരു ടീച്ചറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ട എല്ലാവിധ പരിശീലനങ്ങളും നൽകുന്നു. അവിടുത്തെ സ്ഥലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കാർഷിക മേഖലയിൽ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതുപോലെ തന്നെ പൂക്കൃഷി, പച്ചക്കറി കൃഷി, അതൊക്കെ ഒരു തെറാപ്പിയുടെ ഭാഗം കൂടി എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് മ്യൂസിക് അതുപോലെ തന്നെ ഡാൻസ് എന്നുള്ള പരിശീലനം കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്പോർട്സ് മേഖലയിൽ കഴിവ് തെളിയിക്കുന്ന കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടി ഒരു റിട്ടയർഡ് കായികാധ്യാപകന്റെ സേവനം ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊന്ന്, അവിടെ വിവിധങ്ങളായ കോഴ്സുകൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയും ഇന്ന് കുട്ടികൾ LED പരിശീലനം നൽകിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ ബൾബുകളും അതുപോലെ തന്നെ സ്റ്റാറുകളും നിർമ്മിക്കുന്നുണ്ട്. അത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതിന്റെ വരുമാനം കുട്ടികൾക്കാണ് നൽകുന്നത്. നമുക്ക് കുട്ടികൾക്ക് ഫ്രൂട്ടും ഒക്കെയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി സ്ക്വാഷ്, ജാം, അത്തരം ഉൽപ്പന്നങ്ങൾ കുട്ടികൾ നിർമ്മിക്കുന്നുണ്ട്. ആ കുട്ടികളുടെ ആ ഉൽപ്പന്നങ്ങൾ നമ്മൾ വിവിധ ജില്ലാ ഭരണകൂടത്തിന്റെ സപ്പോർട്ടോടുകൂടി അവിടെയും അതുപോലെ തന്നെ വിവിധ ഉത്സവങ്ങളിലൊക്കെ തന്നെ അവരെ സ്റ്റാള് ഇട്ടുകൊണ്ട് വിൽപ്പന നടത്തുന്നു. പോലീസ്, അമല ഹോസ്പിറ്റല്, അത്തരം വലിയ സ്ഥാപനങ്ങളെ കൂടി നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിൽപ്പന നടത്തുകയും അവർക്ക് ആ വരുമാനം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കൂടുതൽ ഈ മേഖലയിലെ ഒരു കേന്ദ്രമാക്കി അതിനെ ഉയർത്തണം എന്നാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ തെറാപ്പികൾ കൂടുതൽ അവിടെ കൊണ്ടുവരാനും കുട്ടികൾക്ക് നൽകാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വേലൂർ പഞ്ചായത്ത് സമ്പൂർണ്ണ ലീഗൽ ഗാർഡിയൻഷിപ്പ് പഞ്ചായത്താണ്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ലീഗൽ ഗാർഡിയൻഷിപ്പ് പഞ്ചായത്താണ് വേലൂര്. അപ്പൊ ആ രീതിയിലേക്ക് ഞങ്ങൾ ഉയർന്നു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊന്ന്, നമുക്ക് എല്ലാ 18 വയസ്സ് കഴിഞ്ഞ ഭിന്നശേഷിക്കാരെയും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും അവർക്ക് അതിന് വരുമാനം ഉറപ്പുവരുത്തുന്ന പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ തന്നെ നമുക്ക് കൃഷി ചെയ്യുമ്പോൾ കുട്ടികളെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ക്ലബ് ചെയ്തുകൊണ്ട് അതിന്റെ വരുമാനം കൂടി കുട്ടികൾക്ക് നൽകുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കുന്നതിന് വേണ്ടി ശ്മശാനം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് പൂർത്തീകരണ ഘട്ടത്തിലാണ്. നമ്മുടെ പഞ്ചായത്ത് ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നത് ഇതൊരു റെന്റ് ബിൽഡിങ്ങിലാണ്. തൊട്ടടുത്താണ് നമ്മുടെ പഞ്ചായത്ത് കെട്ടിടം പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3.5 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയാണ്. ഇപ്പൊ ഈ മാർച്ചോടുകൂടി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. അത് കൂടുതൽ ആളുകളിലേക്ക് സേവനം എത്തിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ അത്തരം പദ്ധതികളെ ആവിഷ്കരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും. തദ്ദേശകം.